നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയോടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. വിലക്കുറവിന്റെ, ഗുണമേന്മയുടെ, വിശ്വാസതയുടെ ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, പയ്യന്നൂർ, കാസർഗോഡ്, ചെറുവത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പഴയങ്ങാടി. ഐഡിയൽ ഡെക്കോർ, ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്, പള്ളിക്കുന്ന്, കണ്ണൂർ, 7th മൈൽ ജംഗ്ഷൻ, തളിപ്പറം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. വിളംബരത്തിലൊതുങ്ങാത്ത വിശ്വസ്തത. ഡ്രീംസ് സാനിറ്ററി വേഴ്സ്, ഡോർസ് ആൻഡ് ലോക്സ്, കുട്ടുക്കൻ കോംപ്ലക്സ്, നാഷണൽ ഹൈവേ, തളിപ്പറമ്പ. നമസ്കാരം. പ്രധാന വാർത്തകൾ. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന് നർക്കിലക്കാട് AV കോരൻ നഗറിൽ തുടക്കമായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ P. കരുണാകരൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അക്രമത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര. KSDA 24ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാലിക്കടവിൽ തുടങ്ങി. DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരത്ത് BJP പ്രവർത്തകന്റെ ബൈക്ക് അഗ്നിക്കിരയാക്കി. സംഭവത്തിന് പിന്നിൽ CPM എന്ന് BJP, പങ്കില്ലെന്ന് CPM. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം പയ്യന്നൂർ കോളേജിൽ. പ്രതിനിധി സമ്മേളനം TB രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിജയം കൊയ്ത് താവം പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകളിലേക്ക്. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന് നർക്കിലക്കാട് AV കോരൻ നഗറിൽ തുടക്കമായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ P. കരുണാകരൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് PR ചാക്കോ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ജോസ് പതാലിൻ അധ്യക്ഷത വഹിച്ചു. P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അതിന് രാഷ്ട്രീയമായ മാറ്റം ഉണ്ടാക്കാൻ നേതൃത്വത്തിന് കഴിയാത്ത സാഹചര്യത്തിൽ കൂടുതൽ മുതലാളിത്തം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. A. അപ്പക്കുട്ടൻ രക്തസാക്ഷി പ്രമേയവും CJ സജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P. കരുണാകരൻ MPയുടെ PA ആയിരിക്കെ മരണപ്പെട്ട PB മനോജിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം MP വിതരണം ചെയ്തു. സാബു എബ്രഹാം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KP സതീഷ് ചന്ദ്രൻ, MV കോമൻ നമ്പ്യാർ, M. രാജഗോപാലൻ, CH കുഞ്ഞമ്പു തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. റബ്ബറിന്റെ വിലയിടിവ് മൂലം ദുരിതത്തിലായ കർഷകരെ സഹായിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇറക്കുമതി നിരോധിക്കുകയും ചുങ്കം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അക്രമത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര. രാമന്തളിയിൽ DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ ആവർത്തിക്കപ്പെടുന്ന CPM BJP അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം സമാധാന സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് AP നാരായണൻ നയിക്കുന്ന സന്ദേശയാത്ര രാമന്തളിയിൽ DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം സന്ദേശയാത്ര പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ വീരവാദങ്ങളും ഈ പ്രസ്താവന യുദ്ധങ്ങളും കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി വളരുമോ? അങ്ങനെ വളരുന്ന ഒരു പാർട്ടിയാണെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും ബംഗാളിലുമൊക്കെ എവിടെ എത്തേണ്ടതായിരുന്നു? അവർക്ക് ബദലായി മറ്റൊരു പാർട്ടി പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല.
അണികളെ പിടിച്ചു നിർത്താൻ പരസ്പരം പോരെടുത്ത് ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കുന്ന CPM BJP പാർട്ടികൾക്ക് ജനങ്ങളിൽ നിന്നും കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും. അടിത്തറ ഉറപ്പിക്കാൻ അക്രമരാഷ്ട്രീയം സ്വീകരിച്ച CPM-ന് ബംഗാളിൽ അടിത്തറയിളകിയ കാഴ്ച നാം കണ്ടു. അക്രമത്തിന്റെ വഴിയെ പോകുന്ന ഇവർക്ക് കേരളത്തിലും ഇതേ ദുർഗതിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. M. നാരായണൻകുട്ടി, VC നാരായണൻ, K. ബ്രിജേഷ് കുമാർ, MK രാജൻ, അത്തായി പത്മിനി, റഷീദ് കവായി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. 10ാം തരം തുല്യതാ പരീക്ഷാ സർട്ടിഫിക്കറ്റ് പോലും പച്ചയാക്കിയ ബാലിശമായ മനസ്സുകൾ വിദ്യാഭ്യാസ രംഗം വികലമാക്കിയിരിക്കുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ്. KST 24ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാലിക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വരാജ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ബില്ല് 57-ലെ EMS ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയോടുകൂടിയ സമീപനം അതൊക്കെയാണ് കേരളത്തിലെ അധ്യാപകർക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ ഇവിടെ കാലാനുസൃതമായി അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ തുടരേണ്ടതുണ്ട് എന്നതിന്റെ അനിവാര്യതയിലേക്കാണ് അനീഷ് മാസ്റ്ററുടെ സംഭവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും നടുവിൽ അധ്യാപന വൃത്തിക്കായി നിയോഗിക്കപ്പെട്ട ഇന്നലകളിലെ അധ്യാപകർ സ്വന്തം ശിഷ്യന്റെ പൊതിച്ചോർ മോഷ്ടിച്ചു നിന്ന് വിശപ്പടക്കേണ്ടി വന്ന ദൗർഭാഗ്യകരമായ ജീവിത സാഹചര്യത്തിൽ നിന്നും മാറിയത് ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ബില്ലും 57-ലെ EMS ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം കൊണ്ടാണെന്നും M. സ്വരാജ് പറഞ്ഞു. ലക്ഷങ്ങൾ വിലപേശി വാങ്ങുന്ന ധനകാര്യ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല. ഇത് സമൂഹം അംഗീകരിച്ച അഴിമതിയായി മാറിയിരിക്കുന്നു. ഇത് സാമൂഹ്യമായ ജീർണതയാണ്. ഈ അവസ്ഥ മാറണമെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ രംഗത്തെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാക്കണമെന്നും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഇത്തരം നിലപാടെടുക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി DYFI നേതാവ് സ്വരാജ് കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ചെയർമാൻ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. TV. ഗോവിന്ദൻ, VPP മുസ്തഫ, AV രമണി, TP ഉഷ, PD ശ്രീദേവി, K. രാമചന്ദ്രൻ, K. ഹരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ അതികായനും ജനകീയ നേതാവുമായിരുന്ന EK നായനാരുടെ പോരാട്ട ജീവിത മുഹൂർത്തങ്ങളുടെ ഫോട്ടോ പ്രദർശനം വേറിട്ട അനുഭവമായി. കാലിക്കടവിൽ KSTA കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്ന EK നായനാരുടെ ഐതിഹാസിക സമരപോരാട്ട ഭരണ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളുടെ പുനരവതരണമായി മാറി കാലിക്കടവിൽ സംഘടിപ്പിച്ച നായനാർ ഫോട്ടോ പ്രദർശനം. വിവിധ കാലങ്ങളിൽ വ്യത്യസ്ത പോർനിലങ്ങളിലും ജനങ്ങൾക്കിടയിലും ഭരണരംഗത്തുമെല്ലാം തികഞ്ഞ അനായാസതയോടെ പ്രസരിപ്പോടെ ഇടപെട്ടിരുന്ന EK നായനാർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭിന്നഭാവങ്ങൾ പകർത്തിക്കാട്ടുന്നതായി മാറി ഫോട്ടോ പ്രദർശനം. വലിപ്പം ചെറുപ്പം നോക്കാതെ ആരോടും എപ്പോഴും സമതയോടെ ഇടപഴകിയ ആ അപൂർവ വ്യക്തിത്വത്തെ ഗൃഹാതുരതയോടെ ഓർമ്മപ്പെടുത്തി ഓരോ ഫ്രെയിമുകളും. KSTA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാലിക്കടവിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത്. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം പയ്യന്നൂർ കോളേജിൽ നടന്നു. പ്രതിനിധി സമ്മേളനം TV. രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. KNTEO ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് K. പ്രകാശൻ പതാകയുയർത്തതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. TV. രാജേഷ് MLA പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വികസിത സമൂഹത്തിനൊപ്പമാണ് നമ്മുടെ കേരളീയ സമൂഹം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കേരളത്തിൽ വിദ്യാഭ്യാസം വലിയൊരളവിൽ സാർവത്രികമായി മാറി എന്നുള്ളത്. പയ്യന്നൂർ കോളേജിൽ പ്രത്യേകം സജ്ജമാക്കിയ ടി ബാലൻ നഗറിൽ നടന്ന പരിപാടിയിൽ KNTEO ജില്ലാ പ്രസിഡന്റ് K. പ്രകാശൻ അധ്യക്ഷനായി. TV. ഗണേശൻ സ്വാഗതം പറഞ്ഞു. AKPCTA കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി A. നിശാന്ത്, FSCTO കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MV ശശിധരൻ, KSTA കണ്ണൂർ ജില്ലാ ട്രഷറർ VP മോഹനൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റ് വിജയൻ അടുക്കാടൻ, സംഘാടക സമിതി ചെയർമാൻ V. നാരായണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. KNTEO സംസ്ഥാന കമ്മിറ്റി അംഗം N. പ്രേമരാജൻ രക്തസാക്ഷി പ്രമേയവും KNTEO ജില്ലാ ജോയിന്റ് സെക്രട്ടറി V. വിനോദ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ട് KNTEO ജില്ലാ കമ്മിറ്റി സെക്രട്ടറി N. സത്യാനന്ദനും സംഘടനാ റിപ്പോർട്ട് KNTEO സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. കുഞ്ഞിനാരായണനും അവതരിപ്പിച്ചു. കഥ, കവിത, ലേഖന മത്സര വിജയികൾക്കുള്ള ഉപഹാരം പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P. ബാലകൃഷ്ണൻ വിതരണം ചെയ്തു. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. ചെറുപ്പാറ വായനശാലയിൽ നടന്ന സംഗമം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VV സരോജിനി ഉദ്ഘാടനം ചെയ്തു.
CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മഹിളാ അസോസിയേഷൻ ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമവും നവോത്ഥാന സദസ്സും നടന്നത്. പോയ തലമുറ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായാണ് നമുക്ക് ഇന്ന് കാണുന്ന പല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VV സരോജിനി അഭിപ്രായപ്പെട്ടു. അവിടുത്തെ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച മഹിളാ പ്രസ്ഥാനം സംരക്ഷിച്ച ആ നേതാവ്, അതുപോലെ കണ്ണൂർ ജില്ലയിലെ യശോദ ടീച്ചർ, ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ പാവാട എടുത്തുകൊണ്ടാണ് കേരള മഹിളാ സംഘത്തിൽ കൂടെ വന്നതാണ്. ആ സമയത്ത് പിടിയേരി ഓരോ വീട്ടിലും ഓരോ കുടുക്ക വെക്കും, പിടിയേരി വിരിച്ചിട്ടാണ് ഏത് മഹിളാ പ്രസ്ഥാനം ഉണ്ടാക്കാൻ. ചടങ്ങിൽ VV മല്ലിക അധ്യക്ഷയായിരുന്നു. PV ഗൗരി, K പത്മനി, യമുന വിജയൻ, KC പുഷ്പ എന്നിവർ സംബന്ധിച്ചു. കണ്ണപുരത്ത് BJP പ്രവർത്തകന്റെ ബൈക്ക് അഗ്നിക്കിരയാക്കി. BJP പ്രവർത്തകൻ T സത്യന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി അഗ്നിക്കിരയാക്കപ്പെട്ടത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് CPM ആരോപിച്ചു. കണ്ണപുരത്തെ BJP പ്രവർത്തകൻ T സത്യന്റെ KL 13G8481 ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ തീവച്ച് നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകനായ കണ്ണപുരത്തെ റജീഷ് എന്ന കുട്ടനെ കണ്ണപുരം SI KP രാമകൃഷ്ണൻ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ ജില്ലയിൽ നടന്നുവരുന്ന CPM BJP സംഘർഷത്തിന്റെ ഭാഗമായാണ് കണ്ണപുരത്തെ സംഭവമെന്നതാണ് പോലീസ് ഭാഷ്യം. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി CPM നേതാക്കളും രംഗത്തെത്തി. രജീഷിനെ റിമാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിലപാടിലേക്ക് പോലീസ് പോകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് നാടിനെ ബോധപൂർവമായിട്ട് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RSSന്റെയും BJPയുടെയും കുൽസിത ശ്രമമാണ് എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി സാധിക്കും. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോഴത്തെ സംഭവമെന്നാണ് CPM നേതാക്കളുടെ ആരോപണം. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിജയം കൊയ്ത് താവം പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികൾ ശേഖരിക്കുന്നത് വിദ്യാർത്ഥികൾ നട്ടുവളർത്തിയ സ്കൂൾ മുറ്റത്തെ തോട്ടത്തിൽ നിന്നാണ്. ഇഞ്ചി, മഞ്ഞൾ, കോളിഫ്ലവർ, തക്കാളി, വഴുതന, കപ്പ, വെണ്ട, മുളക് എന്നിങ്ങനെ തങ്ങൾക്കാവശ്യമായ പച്ചക്കറികൾ സ്കൂൾ മുറ്റത്തൊരുക്കി കൃഷിയിൽ 100 മേനി വിളയിച്ചെടുത്ത് താവം പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ മാതൃകയാവുകയാണ്. സ്കൂളിലേക്ക് ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികൾ മുഴുവൻ ശേഖരിക്കുന്നത് ഈ തോട്ടത്തിൽ നിന്നാണ് എന്നതാണ് ശ്രദ്ധേയം. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്കൂളിന്റെ ചെറിയ സ്ഥലത്താണ് ഗ്രോബാഗുകളിലാക്കിയാണ് പച്ചക്കറി കൃഷി സജ്ജമാക്കിയത്. തികച്ചും ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിച്ചിരുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി പരിപാലനം. ഒപ്പം വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി പ്രധാന അധ്യാപകൻ ജോൺസൺ ലാസ്റും മുഴുവൻ സമയവും കുട്ടികൾക്കൊപ്പം തോട്ടത്തിൽ സജീവ സാന്നിധ്യമായുണ്ടാകും. വിദ്യാർത്ഥികളുടെ കൃഷിയോടുള്ള സ്നേഹത്തിന് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സഹകരണം കൂടിയാകുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ കൃഷിയിറക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്രധാന അധ്യാപകന് പുറമെ ടോം പ്രസാദ്, PTA പ്രസിഡന്റ് VB സജിത്ത്, ക്രിസ്റ്റീന, ഷൈനി PT തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി യൂണിയൻ എക്സിക്യൂട്ടീവ് ക്യാമ്പിന്റെ ഭാഗമായുള്ള തയ്യൽ തൊഴിലാളി സംഗമം IT പുഴയോരത്ത് നടന്നു. തൊഴിലാളി സംഗമത്തോടനുബന്ധിച്ച് നടന്ന സ്നേഹാദരം പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി IT കായലിൽ ഹൗസ് ബോട്ടിലും കായലോരത്തുമായി നടന്ന STU സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പിന്റെ 2ാം ദിവസം സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടിയിൽ 500-ലധികം തയ്യൽ തൊഴിലാളികൾ പങ്കാളികളായി. ഇത് മാത്രമല്ല, അത് തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് ഷോപ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തു. മൂപ്പര് ഷോപ്പ് കരകൗശല വസ്തു, മനോഹരമായ കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത്, അത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഈ തയ്യൽ എംബ്രോയിഡറി കരകൗശലമാണ്, അത് ഞങ്ങൾ എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ, വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് കൈകൊണ്ടുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ 50,000 മുതൽ 1,00,000 രൂപ വരെ 5% പലിശ നിരക്കിൽ വായ്പ തരാൻ തയ്യാറാണെന്ന് സ്നേഹാദരം പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ കൂടിയായ MC ഖമറുദ്ദീൻ പറഞ്ഞു. നിർമ്മിക്കുന്ന വസ്തുക്കൾ കരകൗശല കോർപ്പറേഷന് നൽകുകയാണെങ്കിൽ വിറ്റഴിക്കാൻ സൗകര്യമൊരുക്കുമെന്നും ഖമറുദ്ദീൻ കൂട്ടിച്ചേർത്തു. STU ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായിരുന്നു. MA കരീം, CH ജമീല ടീച്ചർ, അഷ്റഫ് താണ, P ബാഹുലേയൻ, അഷ്റഫ് പറച്ചോടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിലാളി സംഗമം STU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M റഹ്മത്തുള്ളയും തൊഴിലാളി രജിസ്ട്രേഷൻ ക്യാമ്പ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് VKP ഹമീദ് അലിയും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്വതന്ത്ര തയ്യൽ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഷംസുദ്ദീൻ ITയെ ഉപഹാരം നൽകി അനുമോദിച്ചു. ചീമേനി മുണ്ടയിൽ ലോറിയിൽ ക്ലീനർ തൂങ്ങി മരിച്ച നിലയിൽ. പ്രദേശത്തെ റോയൽ കോഴി ഫാമിൽ തീറ്റയിറക്കാൻ വന്ന പൂന സ്വദേശി അബ്ദുൾ നവാസിനെയാണ് ലോറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചീമേനി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
കേരള ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. പരിപാടിയുടെ ഭാഗമായി കരുനാഗപ്പള്ളി നാട്ടരങ്ങ് പ്രവർത്തകർ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന 8ാമത് ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 1-നാണ് തിരുവനന്തപുരത്ത് നിന്ന് കലാജാഥ പര്യടനം ആരംഭിച്ചത്. 10ഓളം കലാകാരന്മാരാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. നാടൻപാട്ട്, നാടകം തുടങ്ങിയ പരിപാടികളോടെ തികച്ചും പുതുമയാർന്ന പരിപാടികളോടെയാണ് പ്രചരണം നടന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, കണ്ണൂർ, പിലാത്ര, പഴയങ്ങാടി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. നാട്ടരങ്ങിന്റെ പ്രസിഡന്റ് ബിജു മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള 10ഓളം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് കലാജാഥ പ്രചരണം. ജാഥയ്ക്ക് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ബിജു മുഹമ്മദ് പറഞ്ഞു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 8 അതിന്റെ പ്രചരണാർത്ഥമാണ് ഇത്തരം കലാരൂപങ്ങൾ, നാടൻ കലാരൂപങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് കൊല്ലം ആസ്ഥാനമായി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാട്ടരങ്ങ് എന്ന സംഘടനയിലെ കലാകാരന്മാരാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. കുണിയൻ പടിഞ്ഞാറക്കരയിൽ വനിതകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി സ്ഥാപനം വിജയത്തിന്റെ അഭിമാന വഴി. സ്ഥാപനം ആരംഭിച്ച് 2 കൊല്ലത്തിനുള്ളിൽ തന്നെ കടബാധ്യതകൾ തീർത്ത് സ്ഥാപനത്തെ വിജയവഴിയിലെത്തിച്ച കഥയാണ് ഈ പെൺകൂട്ടായ്മ പങ്കുവയ്ക്കുന്നത്. കുണിയൻ പടിഞ്ഞാറേക്കര ധനലക്ഷ്മി കുടുംബശ്രീയുടെ വ്യാപാര സംരംഭം വിജയത്തിന്റെ പാതയിലാണ്. സ്ഥാപനം തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ പിന്നിടുന്നു. ആദ്യത്തെ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ വായ്പ തിരിച്ചടക്കാൻ ഇവർക്കായി. നളിനി എ കെ, വത്സല, സബിത, നളിനി പി കെ എന്നീ 4 വനിതകളാണ് ഈ സ്ഥാപനത്തിന്റെ അമരക്കാർ. ധനലക്ഷ്മി കുടുംബശ്രീ എന്നു തന്നെ വിളിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. ഫ്രിഡ്ജ്, TV, അലമാര മുതൽ അലുമിനിയം പാത്രങ്ങളും ബ്രഷും വരെ ഇവിടെയുണ്ട്. 1.5 ലക്ഷം രൂപ വായ്പയെടുത്ത് തുടങ്ങിയ ഈ സംരംഭത്തിന് 50,000 രൂപ സബ്സിഡിയും ലഭിക്കുകയുണ്ടായി. സാധനങ്ങൾ തവണ വ്യവസ്ഥയിലും ഇവർ നൽകുന്നുണ്ട്. അടവ് തുക വീടുകളിൽ പോയി പിരിക്കുകയാണ് പതിവ്. ഈ സ്ഥാപനം വിജയവഴിയിലാണെന്ന് ഈ വനിതകൾ അഭിമാനത്തോടെ പറയുന്നു. ഈ ഇത്തരത്തിലുള്ള ഗൃഹോപകരണങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ പൊതു മാർക്കറ്റിൽ നിരവധിയായിട്ടുള്ള പരസ്യങ്ങൾ, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പരസ്യത്തിന് വേണ്ടി തന്നെ നിരവധി സാമ്പത്തികം ചെലവഴിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പൊതു മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ കുടുംബശ്രീ ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്ത് ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുടുംബശ്രീ സംവിധാനത്തിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ വിദ്യാപീഠം കോളേജും നെറ്റ്വർക്ക് ചാനലും സംയുക്തമായി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി മാതൃകാ പരീക്ഷ നടത്തി. പരീക്ഷയിൽ ജി ബീന 1ാം റാങ്ക് കരസ്ഥമാക്കി. വിദ്യാപീഠം കോളേജ് പയ്യന്നൂരും നെറ്റ്വർക്ക് ചാനൽ പയ്യന്നൂരും സംയുക്തമായി സംഘടിപ്പിച്ച ലാസ്റ്റ് ഗ്രേഡ് മാതൃകാ പരീക്ഷയിൽ ജി ബീന 1ാം റാങ്ക് കരസ്ഥമാക്കി. 2ാം റാങ്ക് PV ജയശ്രീക്കും 3ാം റാങ്ക് K ശരത്തിനും ലഭിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ പരിശീലനം നേടി ഈ പരീക്ഷകളെ ഗൗരവകരമായി സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ കാണുന്ന പ്രവണത നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി. KU അനിൽകുമാർ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ MV ദീപു, ബാലകൃഷ്ണൻ മാസ്റ്റർ, ഗിരീഷ് മാസ്റ്റർ, OB സുനീഷ്, P സുധീഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. KPSTU പയ്യന്നൂർ ഉപജില്ലാ സമ്മേളനം BMLP സ്കൂളിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AP നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് കക്ഷിയാണ് ഭരിക്കുന്നത് എന്ന് നോക്കാതെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനുള്ള സന്മനസ്സും അതിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ജീവനക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടം നടത്താൻ. പയ്യന്നൂർ BMLP സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ K രാഘവൻ മാസ്റ്റർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ KPSTU പയ്യന്നൂർ ഉപജില്ലാ പ്രസിഡന്റ് M ദാമോദരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ C വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KPSTU കണ്ണൂർ റവന്യൂ ജില്ലാ പ്രസിഡന്റ് K രമേശൻ ഉദ്ഘാടനം ചെയ്തു.
കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് AITUC പയ്യന്നൂർ ഡിവിഷൻ സമ്മേളനം ടോപ്പ് പെർഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പലപ്പോഴും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഒന്നാം UPA സർക്കാരിന് പിന്തുണ നൽകിയ അവസരത്തിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിൽ ഭൂവിസ്തൃതി കൊണ്ടും നിരവധി മലയോര മേഖലകളുമുള്ള തളിപ്പറമ്പ് താലൂക്ക് വിഭജിച്ച് പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കുക, പുതിയ KSEB ഡിവിഷൻ ഓഫീസ് തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് രൂപീകരിക്കുക, സെക്ഷൻ ഓഫീസുകൾ വിഭജിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. AV ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC ജോർജ്, ജില്ലാ പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PV മനോഹരൻ, PC സക്കറിയ, EK രവീന്ദ്രൻ, ലക്ഷ്മണൻ, TP സത്യാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തലോടെയാണ് GSTU 24ാമത് ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. ഉപജില്ലാ പ്രസിഡന്റ് P ഗൗരിയുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും അതേപോലെ തന്നെ അധ്യാപകന്മാരുടെയും പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ജനകീയനായ ഒരു മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കഴിവുറ്റ പ്രവർത്തനം വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി T മധുസൂദനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി GK ഗിരിജ, KPSTU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P ശശിധരൻ, സംസ്ഥാന കൗൺസിലർ AV ചന്ദ്രൻ, GSTU ജില്ലാ സെക്രട്ടറി നെടുമന നാരായണൻ നമ്പൂതിരി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TM സദാനന്ദൻ, AP രാജേഷ് ബാബു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും നടന്നു. ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ GSTU മുൻ സംസ്ഥാന ട്രഷറർ KV രാഘവൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. ഡിസംബർ 18 മുതൽ ആരംഭിക്കുന്ന പയ്യന്നൂർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം നഗരത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. സ്റ്റേഡിയം പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡിസംബർ 18 മുതൽ ജനുവരി 11 വരെ 25 ദിനരാത്രങ്ങളിൽ പയ്യന്നൂരിന്റെ വസന്തോത്സവമായി മാറുന്ന പയ്യന്നൂർ നഗരസഭ ആതിഥ്യമുള്ള പയ്യന്നൂർ ഫെസ്റ്റിന്റെ വിളംബര ബൈക്ക് റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നത്. കാളീശ്വരം ആലക്കാട് SVLP സ്കൂളിൽ കമ്പ്യൂട്ടർ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നടന്നു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് വൈജ്ഞാനം നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ എല്ലാ കുറവും പരിഹരിച്ചുകൊണ്ട് പൊതുവിദ്യാലയം സംരക്ഷിക്കണമെന്നുള്ള ലക്ഷ്യം മുന്നോട്ട് കണ്ടുകൊണ്ട് C കൃഷ്ണൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും മാറുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിനനുസരിച്ച് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കുട്ടികളുടെ കഴിവ് മെച്ചപ്പെടുത്താനുള്ള ഈസി ഇംഗ്ലീഷ് വർക്ക്ഷോപ്പ് 1ാം ഘട്ട സമാപനവും പുസ്തക പ്രകാശനവും ആലക്കാട് SVLP സ്കൂളിൽ നടന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷയായി. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TK മാധവൻ നമ്പൂതിരി മാസ്റ്റർ പുസ്തകം പ്രകാശനം ചെയ്തു. സോമൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി. P സുശീല ടീച്ചർ, മൂലച്ചേരി നാരായണൻ, സാജൻ മാസ്റ്റർ, ഗീത ടീച്ചർ, പ്രീത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ രൂപത അധ്യാപക സംഗമവും ക്രിസ്മസ് ആഘോഷവും തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്നു. ഫാദർ റോബിൻ ഡാനിയൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. വെളിച്ചം ലഭിച്ച് നമ്മൾ വിളക്ക് കൊളുത്തുന്നവരായിക്കൊള്ളട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട മാർട്ടിനച്ചന് വളരെ നന്ദി പറയുന്നു. ഇത്രയും നല്ല ക്രീം ഓഫ് കണ്ണൂർ ഡയസിസ് വെളിച്ചം ലഭിച്ച അധ്യാപകർ വിളക്ക് കൊളുത്തുന്നവരായിക്കൊള്ളട്ടെ എന്ന് സദസ്സിനെ ഉദ്ഘോഷിച്ച് റവറൻ ഫാദർ റോബിൻ ഡാനിയൽ കണ്ണൂർ രൂപത അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. അനുബന്ധമായി ക്രിസ്മസ് കേക്ക് മുറിക്കുകയും ക്രിസ്മസ് കരോൾ ഗാനത്തോടെ ക്രിസ്മസ് അപ്പൂപ്പൻ സദസ്സിലെത്തുകയും സദസ്സിൽ മധുരപലഹാര വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് 25 വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. റവറൻ ഫാദർ മാർട്ടിൻ രായപ്പൻ അധ്യക്ഷനായിരുന്നു. ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, ലൂസി PA, ജോർജ് ഡിക്സൺ, ബെന്നി ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടോത്ത് ഗവൺമെന്റ് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. ഡോക്ടർ സജിന ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. മാലിന്യമുക്ത കേരളം ശുചിത്വ കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ്
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തയ്യൽ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവൃത്തി തിരഞ്ഞെടുത്തത് അത്യന്തം ശ്ലാഘനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ സജീന അഭിപ്രായപ്പെട്ടു. ഇതുപോലുള്ള പല സംഘടനയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് കൂടുതൽ ഇനിയും ഈ സംഘടനയിൽ നിന്നും ഇത്തരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ചടങ്ങിൽ പി ജയൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി കെ ലക്ഷ്മണൻ, ജില്ലാ പ്രസിഡന്റ് കെ വി ബാലൻ, എം വനജ, കെ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 13 AKTA സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കല്ലേറ്റുംകടവ് റോഡ് പരിസരം ശുചീകരിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ കേരളം ആരോഗ്യ കേരളം എന്ന സന്ദേശം മുൻനിർത്തിയാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. PV പത്മനാഭൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. M ഭരതൻ, TP സുമിത്ര, CK രാജീവൻ എന്നിവർ സംബന്ധിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പിലാത്തറ അരവിന്ദ വിദ്യാലയം വീടേ വിദ്യാലയം പരിപാടിയുടെ ഭാഗമായി ശിശു സംഗമം സംഘടിപ്പിച്ചു. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഇന്ദുകല സംഗമം ഉദ്ഘാടനം ചെയ്തു. വീടേ വിദ്യാലയം പരിപാടിയുടെ ഭാഗമായാണ് ശിശുസംഗമം പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ ശിശുവാടിക പ്രമുഖ് പ്രതിഭ കരുണാകരൻ ദീപം തെളിയിച്ചതോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സംഗമം പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഡോക്ടർ ഇന്ദുകല PR ഉദ്ഘാടനം ചെയ്തു. ശശിധരൻ വർമ്മ അധ്യക്ഷനായി. ഗീതാപാരായണം, ആംഗ്യപ്പാട്ട്, സംഘഗാനം, കഥപറയൽ, നൃത്തം തുടങ്ങിയ കലാപരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായി അരങ്ങേറി. അദ്വൈത്, രമേശൻ പറവൂർ, സുകുമാരൻ ടി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതന്റെ ശിശുവാടികയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിനായി ചിത്രപ്രദർശിനി ഒരുക്കി. DYFI യൂണിറ്റിന്റെയും പയ്യന്നൂർ യൂത്ത് സെന്ററിന്റെയും നേതൃത്വത്തിൽ നടത്തിവന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലനത്തിന് സമാപനവും മെഗാ പരീക്ഷയും ഡിസംബർ 14 ഞായറാഴ്ച നടക്കും. C. കൃഷ്ണൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. തൃക്കരിപ്പൂർ കൊയോങ്കര ആലൻകീഴിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര ദേവസ്ഥാനം തിരുവപ്പന മഹോത്സവം ജനുവരി 15, 16 തീയതികളിലായി നടക്കും. മഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണോദ്ഘാടനം ഞായറാഴ്ച രാവിലെ ക്ഷേത്രസന്നിധിയിൽ നടക്കും. ചിന്താ തിയേറ്റേഴ്സ് കടന്നപ്പള്ളി 42ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പരിയാരം മെഡിക്കൽ കോളേജിന്റെയും പയ്യന്നൂർ സഹകരണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ഞായറാഴ്ച കടന്നപ്പള്ളി കിഴക്കേക്കര ഈസ്റ്റ് LP സ്കൂളിൽ രാവിലെ 10 മുതലാണ് ക്യാമ്പ് നടക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന് നർക്കിലക്കാട് AV കോരൻ നഗറിൽ തുടക്കമായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ P. കരുണാകരൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അക്രമത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര. KSTI 24ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാലിക്കടവിൽ തുടങ്ങി. DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരത്ത് BJP പ്രവർത്തകന്റെ ബൈക്ക് അഗ്നിക്കിരയാക്കി. സംഭവത്തിന് പിന്നിൽ CPM എന്ന് BJP, പങ്കില്ലെന്ന് CPM. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം പയ്യന്നൂർ കോളേജിൽ. പ്രതിനിധി സമ്മേളനം TB രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിജയം കൊയ്ത് താവം പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥികൾ. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.